ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ മീൻകറിയാണ്. സാധാരണയായിട്ട് ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് മാങ്ങ ചേർത്ത് തേങ്ങ അരച്ച് വെക്കുന്ന മീൻകറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മടിക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എങ്ങനെയാണ് ഈ അടിപൊളിയായിട്ടുള്ള കറി തയ്യാറാക്കേണ്ടതെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. 1/2 കിലോ മത്തി ഉണ്ട്. ഇത് മൊത്തത്തിലൊരു 10 എണ്ണം ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ടൈപ്പ് മത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മത്തിയുടെ മുകൾ വശം ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ട് മീനിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ്. ഇനി വരണമെന്ന് നിർബന്ധമില്ല, രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിത് വരഞ്ഞെടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇതിനി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി ഒരുപാട് ഇതിൽ ചേർക്കേണ്ട, നമ്മൾ ചതച്ച് കറിയിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അരയ്ക്കുമ്പോൾ ഇത്ര തന്നെ മതിയാവും. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും സെയിം അളവിൽ തന്നെ എരിവുള്ള മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും കൂടെ നമുക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരിയില്ലാതെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ച് നോക്കുക. എന്നിട്ട് അരഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരപ്പ് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൺചട്ടി ചൂടാക്കിയിട്ടുണ്ട്. മീൻകറിയൊക്കെ ആകുമ്പോൾ മൺചട്ടി തയ്യാറാക്കുന്നതിനാണ് നല്ല സ്വാദ്. അപ്പോൾ മൺചട്ടി അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും മീഡിയം വലിപ്പത്തിലുള്ള ഒരു പീസ് ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തതാണ്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറിയിലേക്ക് ഉള്ളി വെളുത്തുള്ളി ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, ഇഞ്ചി മാത്രമാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി നന്നായിട്ടൊന്ന് എണ്ണയിൽ കിടന്ന് മൂത്ത് വരണം. ആ പച്ച ടേസ്റ്റൊക്കെ അങ്ങോട്ട് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് മുമ്പേ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് മുഴുവനായും തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ എണ്ണയിൽ കിടന്ന് അരപ്പൊന്ന് മൂത്ത് വരണം. ചെറുതായിട്ട് ആ അരപ്പിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ അരപ്പ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്, എണ്ണയൊക്കെ സൈഡിൽ കൂടെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരപ്പ് മുഴുവനും നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കറിയിലേക്ക് ഞാനൊരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഓരോരുത്തരുടെ ഗ്രേവിയുടെ പാകം അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഒരല്പം കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ ഇത്. അപ്പോൾ മീൻ കറിയിലേക്ക് എപ്പോഴും നമ്മൾ മാങ്ങ എടുക്കുമ്പോൾ നല്ല പുളിയുള്ള മാങ്ങ തന്നെ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ പകുതി ആദ്യം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം പുളി കുറവാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ബാക്കി കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഒരുമിച്ച് മൊത്തത്തിൽ അങ്ങോട്ട് ചേർത്ത് കൊടുക്കരുത്. പുളി ഒരുപാടാണെങ്കിലും പാടാണ്. ഓരോരുത്തരുടെ പുളി അനുസരിച്ച് മാങ്ങ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടെ നെടുവെ കീറിയിട്ടുണ്ട്, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ കറിയിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് കറി തിളച്ചതിന് ശേഷം നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. കറി തിളച്ചതിന് ശേഷം വേണം നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. കറി എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞു. ഈ ഗ്രേവി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉപ്പ് പുളിയൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ പുളിയൊക്കെ കുറവാന്ന് തോന്നുകയാണെങ്കിൽ ബാക്കിയുള്ള മാങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ തിളയ്ക്കട്ടെ. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് മീനും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്.
അപ്പോൾ എപ്പോഴും നമ്മൾ മീൻ ചേർക്കുന്നതിന് മുമ്പ് ഗ്രേവിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുക. ഉപ്പോ പുളിയൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കറക്റ്റ് ആക്കിയതിന് ശേഷം വേണം മീൻ ചേർത്ത് കൊടുക്കാൻ. എന്നാലാണ് ആ മീനിലേക്ക് കറക്റ്റായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിച്ച് കിട്ടുകയുള്ളൂ. ഇപ്പോൾ മീൻ മുഴുവനും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ മീൻ ചേർത്ത് ഉടനെ ചെറുതായിട്ട് മീൻ എല്ലാം കൂടെ ആ ഗ്രേവിയിലേക്ക് ആക്കി കൊടുക്കാം. തിളച്ചതിന് ശേഷം കയ്യിലിട്ടൊന്നും ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോവും. ഇനി കറി ഒന്ന് ചെറുതായിട്ട് തിളച്ചു തുടങ്ങുമ്പോഴേക്കും നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ മീനൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കിട്ടിക്കോളും. മത്തിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അടച്ചു വെക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ടൊന്ന് അടച്ചു വെക്കുക. ആ ആവി വെള്ളം കറിയിലേക്ക് വീഴാതിരിക്കാനാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് കറിയിൽ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു കിട്ടാനും സഹായിക്കും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ. മാങ്ങയൊക്കെ വെന്തതിൻ്റെ നല്ലൊരു മണമാണ്. ഇതായിപ്പോൾ നമ്മുടെ കറിയിൽ ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടൊന്ന് അടച്ചു വെക്കാൻ പറയുന്നത്. പെട്ടെന്ന് നമുക്ക് എണ്ണ തെളിഞ്ഞ് കിട്ടും. എണ്ണ തെളിഞ്ഞ് കിടക്കുന്ന കറി കാണാനാണ് നല്ലൊരു ഭംഗി. ഇനി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. തവിയിട്ട് ഇളക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ ഇനി തുറന്ന് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റും കൂടെ ചെറിയ തീയിലിട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഗ്രേവിയൊക്കെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റ് പാകത്തിനാവണം. ഇപ്പോൾ 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് കുറുകി നല്ല പാകമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ലാസ്റ്റ് നമുക്കൊന്ന് നോക്കാം. കണ്ടോ, ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കറി ഇനി ഇരുന്നും ഒന്ന് കുറുകും. അപ്പോൾ ഇത് കറക്റ്റ് പാകമാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ ഗ്രേവിയുടെ. സൂപ്പറായിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പ് പുളി എരിവൊക്കെ കറക്റ്റാണ്. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ എടുക്കുക, എന്നാൽ മാത്രമാണ് നമ്മുടെ മീൻകറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ കറി പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇത്തിരി ചെറിയ ഉള്ളി ഒന്ന് കാച്ചി ഒഴിക്കാം. ചെറിയ ഉള്ളിയൊക്കെ മൂപ്പിച്ച് ചേർക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 3 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതാണ്, അതൊന്ന് ഞെരടിയിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മൂത്ത് കിട്ടിക്കോളും. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം ചെറിയ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങി. ഇനി ഇതിലേക്ക് ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അതുകൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ അത്. അപ്പോൾ അത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൂടെ ചെയ്ത് കഴിയുമ്പോൾ കറി കാണാനും നല്ല ഭംഗിയാണ്, നല്ല സ്വാദുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മടിക്കല്ലേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ അതുകൂടി ചെയ്യുക. ഒരു ബിഗ് ഫാമിലി ആയിട്ട് വളരാൻ ഞാൻ വീണ്ടും നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഈ കറി തണുത്തതിന് ശേഷം കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ്. ആ ഉപ്പും പുളിയൊക്കെ ഒന്നുകൂടെ മീനിലൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ആ മാങ്ങയുടെയൊക്കെ നല്ല ഫ്ലേവർ ആയിരിക്കും നമ്മുടെ മീൻ. അപ്പോൾ രാവിലെയൊക്കെ തയ്യാറാക്കിയിട്ട് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഊണ് കഴിക്കുന്ന സമയത്ത് നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും രാവിലെ തയ്യാറാക്കി വയ്ക്കുക. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല കിടിലനായിട്ട് നമുക്കിത് ഊണിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അത് കാണുമ്പോൾ മറ്റുള്ളവർക്കും കൂടി ഇത് തയ്യാറാക്കാനുള്ള ഒരു പ്രചോദനം കൂടുതലാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.